Hi all, good evening. Welcome to Learnino. അപ്പോൾ നമ്മൾ ജനറൽ എക്സാംസിൻ്റെ കോഴ്സസ് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ബേസിക്കലി ഇന്ന് നമ്മൾ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഏതൊരു ജനറൽ എക്സാമിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആർ നേഷൻ. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, സോ അതിനെ കുറിച്ചിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള എന്നാൽ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുറച്ച് ലെങ്ത് ഉണ്ടാവും തോന്നുന്നു ഈ ഒരു ക്ലാസ്, നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സോഴ്സസ് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. സോ വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഓക്കെ, so the framers of our Indian constitution referred to various provisions of the existing constitution of the world, weighted their merits and applied them according to their suitability to our country. Okay, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫ്രെയിമേഴ്സ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിമേഴ്സ്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് കമ്മിറ്റീസ് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഓക്കെ, 7 മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ, മോഡേൺ മനു എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, സോ ഫ്രെയിമേഴ്സ്, നമ്മളിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ക്രിറ്റിസിസംസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന് നേരിടേണ്ടി വന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കടമെടുത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വളരെ വ്യക്തമായി ക്രിട്ടിസൈസ് ചെയ്ത പലരും ഉണ്ട്. അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, കടമെടുത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന്. സോ നമുക്കത് വളരെ മേജറായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊക്കെ പ്രൊവിഷൻസ് ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംബൈബ് ചെയ്തു എന്ന് നമ്മൾ പഠിക്കണം. ഓക്കെ, സോ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും മേജർ സോഴ്സ് ഏതാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കണ്ണും പൂട്ടി എഴുതണം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. സോ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പറഞ്ഞൊരു ആക്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ഇത് നിലവിൽ വന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ എന്താ പറയുക ഒരു ഗവർണൻസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം അല്ലെങ്കിൽ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാണ്? സെൻട്രൽ സ്റ്റേറ്റ് ലിസ്റ്റ് സിസ്റ്റം. നമ്മുടെ കയ്യിൽ 3 ലിസ്റ്റ് ഉണ്ട് അല്ലെ, സെൻട്രൽ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഈ കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്താണ്. ഓക്കെ, ബാക്കി 2 എണ്ണം എവിടെ നിന്നാണ് എടുത്തത്? 1935 ആക്ടിൽ നിന്നാണ് എടുത്തത്. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് സെൻട്രൽ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും എടുത്തത്. സോ എത്ര ലിസ്റ്റുകൾ ഉണ്ട്? സെൻട്രൽ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് ഏതൊക്കെ ലിസ്റ്റിലുള്ളതെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞത് സെൻട്രൽ സ്റ്റേറ്റ് ലിസ്റ്റ് സിസ്റ്റം എടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നാണ്. ഫെഡറൽ സ്റ്റേറ്റ് സെറ്റപ്പ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും വലിയ സാലിയൻ ഫീച്ചർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂണിറ്ററി ആൻഡ് ഫെഡറൽ എന്നാണ് പറയുന്നത്. രണ്ടും കോൺട്രഡിക്ടറി ആണ്. ഓക്കെ, പക്ഷെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ യൂണിറ്ററിയുമാണ് പക്ഷെ ഫെഡറൽ സിസ്റ്റവുമാണ്. ഓക്കെ, സോ ഫെഡറൽ സെറ്റപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. ദെൻ സെൻട്രൽ സ്റ്റേറ്റ് ഓട്ടോണോമീസ്, അതാണ് ഫെഡറൽ സെറ്റപ്പ്. ഓക്കെ, ഇതെല്ലാം എടുത്തത് എവിടെ നിന്നാണ്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിന്നാണ് എടുത്തത്. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരികയാണ്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും മേജർ സോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് എഴുതുക, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓക്കെ, ദെൻ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എന്തൊക്കെ എടുത്തു? പാർലമെന്ററി പ്രിവിലേജസ്, അതേപോലെ തന്നെ യൂണിറ്ററി സിറ്റിസൺഷിപ്പ്, അതുപോലെ തന്നെ റൂൾ ഓഫ് ലോ. അതായത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. അതിനെക്കുറിച്ച് ഒരുപാട്
എന്താ പറയാ വാഗ്വാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ഡുവൽ സിറ്റിസൺഷിപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രസ്താവനകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കറന്റ്ലിയും നമ്മൾ ഇന്ത്യ ഫോളോ ചെയ്തു വരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് യൂണിറ്ററി സിറ്റിസൺഷിപ്പ്, അതായത് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതല്ലാതെ നമ്മൾ OCI കാർഡൊക്കെ ഉണ്ട്. OCI ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഉണ്ട്, OCI കാർഡ് ഉണ്ട്. അതേപോലെ തന്നെ PIO കാർഡ് ഉണ്ട്, പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ PIO കാർഡ് ഉണ്ട്. ഓക്കെ, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യൻ ഫോളോ ചെയ്യുന്ന യൂണിറ്ററി സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, അതേപോലെ പാർലമെന്ററി പ്രിവിലേജസ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാർലമെന്ററി സിസ്റ്റം ആണല്ലോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതും കടമെടുത്തത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതേപോലെ തന്നെ റൂൾ ഓഫ് ലോ. ഓക്കെ, റൂൾ ഓഫ് ലോ അതായത് നമ്മുടെ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് റൂൾ ഓഫ് ലോ. ഓക്കെ, സോ ഇതെല്ലാം എടുത്തത് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തത്. ദെൻ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് എടുത്തത്. പക്ഷേ കൺകറന്റ് ലിസ്റ്റ് എവിടെ നിന്നാണ് എടുത്തത്? ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് എടുത്തത്. അതേപോലെ തന്നെ ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഓക്കെ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്കിതൊരു സെപ്പറേറ്റ് ക്ലാസ്സിൽ തന്നെ പഠിക്കാനുണ്ട്. വാട്ട് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? സോ ഫണ്ടമെന്റൽ റൈറ്റ്, ജുഡീഷ്യൽ റിവ്യൂ, അതായത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അല്ലെ, നമ്മളൊരു ജുഡീഷ്യൽ റിവ്യൂ ചെയ്യുന്നുണ്ട് അല്ലെ. അത് നമ്മൾ ആർട്ടിക്കിൾ 20, 21 ഒക്കെ നമ്മൾ പഠിക്കും. അതായത് ഏതൊരു കുറ്റവാളിയും കൊടും കുറ്റവാളിയാണെങ്കിൽ കൂടി അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ, അതിനെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം കൊടുക്കുന്നുണ്ട്. സോ അതാണ് ജുഡീഷ്യൽ റിവ്യൂ. ദെൻ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. ഓക്കെ, ആർട്ടിക്കിൾ 61 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 61 ആണ് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. അതായത് പ്രസിഡന്റിനെ പുറത്താക്കൽ. പ്രസിഡന്റിനെ വെറുതെ സാധാരണ ഒരു MLA പോലെയോ അല്ലെങ്കിൽ MP യെ പോലെ നമുക്ക് പുറത്താക്കാൻ പറ്റില്ല. there has to be a procedure, there has to be a lot of steps to be followed, and that is called as impeachment of president. അമേരിക്കൻ പ്രസിഡന്റിനെ അല്ലെ, ഇപ്പൊ ട്രംപിനൊക്കെ ഇംപീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. ഓക്കെ, ഇന്ത്യയിലെ ഒരു പ്രസിഡന്റിനും ഇതേവരെ ഇംപീച്ച്മെന്റിന് വിധേയമായിട്ടില്ല. ഒരു പ്രസിഡന്റും ഇംപീച്ച്മെന്റിന് വിധേയമായിട്ടില്ല. അത് നിങ്ങൾ ഓർക്കുക. സോ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് എവിടെ നിന്നാണ് എടുത്തത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ ജപ്പാനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നെടുത്താണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഓക്കെ, സോ ഇതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫെഡറൽ സെറ്റപ്പ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, കൺകറന്റ് ലിസ്റ്റ് എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിറ്ററി സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. ഓക്കെ, മൂവിംഗ് ടു നെക്സ്റ്റ് സ്ലൈഡ്. സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്താണ് അമെൻമെന്റ് ക്ലോസസ്. അതായത് നമ്മൾ ആർട്ടിക്കിൾ 368 ആണ് അമെൻമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സോ അമെൻമെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്ലോസസ് ആണ് വരുന്നത് എന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏതിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏതിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്? സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്. ഓക്കെ, ദെൻ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കടമെടുത്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ദെൻ നോമിനേഷൻസ് ടു രാജ്യസഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് അറിയപ്പെടും. നോമിനേഷൻസ് ടു രാജ്യസഭ, രാജ്യസഭയിലേക്ക് ഓരോ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. 9 പേരെയൊക്കെ നമുക്ക് സെന്ററിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. ഈ നോമിനേഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള പ്രൊസീജിയർ എവിടെ നിന്നാണ് നമ്മൾ എടുത്തത്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എടുത്തത്. സോ DPSP അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതേപോലെ തന്നെ നോമിനേഷൻസ് ടു രാജ്യസഭ, ഇത് രണ്ടും എടുത്തത് എവിടെ നിന്നാണ്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ദെൻ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അതുപോലെ തന്നെ 5-year പ്ലാൻ, ഇതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. 5-year പ്ലാൻ 1928 സ്റ്റാലിൻ തുടങ്ങി വെച്ചാണ് 5-year പ്ലാൻ. അതാണ് നമ്മൾ 1951 ഇന്ത്യയിൽ കൊണ്ടുവന്ന 5-year പ്ലാൻ. ഓക്കെ, സോ 5-year പ്ലാൻ ഓക്കെ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തൊരു സംഗതിയാണ്.
അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഓക്കെ, ദെൻ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്താണ് ദി ഫെഡറൽ സ്ട്രക്ചർ. ദി ഫെഡറൽ സ്ട്രക്ചർ. ഓക്കെ, ഫെഡറലിസം അല്ലെങ്കിൽ ഫെഡറൽ സ്ട്രക്ചർ എവിടെ നിന്നാണ് എടുത്തത്? കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്താണ് എമർജൻസി പ്രൊവിഷൻസ്. എമർജൻസി പ്രൊവിഷൻസ്. നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് 3 ടൈപ്പ് ഓഫ് എമർജൻസീസ് ഉണ്ട്. ഒന്ന് 352, ആർട്ടിക്കിൾ 352 മെൻഷൻ ചെയ്ത നാഷണൽ എമർജൻസി. ഓക്കെ, നാഷണൽ എമർജൻസി. 2 356, ആർട്ടിക്കിൾ 356 മെൻഷൻ ചെയ്യുന്ന സ്റ്റേറ്റ് എമർജൻസി. 3 ഇതുവരെ ഇന്ത്യയിൽ നടപ്പിലാക്കാത്ത 360 ആർട്ടിക്കിൾ മെൻഷൻ ചെയ്യുന്ന ഫിനാൻഷ്യൽ എമർജൻസി. ഓക്കെ, സോ 3 ടൈപ്സ് ഓഫ് എമർജൻസി ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താ പറയാ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 352 നാഷണൽ എമർജൻസി, 356 സ്റ്റേറ്റ് എമർജൻസി, 360 ഫിനാൻഷ്യൽ എമർജൻസി. ഇത് ഇതുവരെ 360 ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. സോ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ എമർജൻസി വരുന്ന സമയത്ത് എന്തൊക്കെ പ്രൊവിഷൻസ് നമുക്ക് ആഡ് ചെയ്യാം, എന്തൊക്കെ പ്രൊവിഷൻസ് നമുക്ക് വിട്ടുകളയാം എന്നുള്ള എല്ലാ കോൺസെപ്റ്റ്സും എടുത്തത് ഏതിൽ നിന്നാണ്? ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, നൗ വി വിൽ മൂവ് ടു probably the most important thing in the constitution, the preamble. Okay, preamble. Preamble എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമുഖമാണ്. ആമുഖം. ഓക്കെ, പ്രിയാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആമുഖം എന്ന് പറയില്ലേ, ആമുഖം. അതാണ് നമ്മുടെ പ്രിയാമ്പിൾ. ഓക്കെ, സി ഞാൻ വളരെ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. ഈ എഴുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സത്ത, ഓക്കെ, ആകെയുള്ള ഒരു സത്ത ഉണ്ടാവല്ലോ. ഈ സത്ത എല്ലാം നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് പ്രിയമ്പിളിലാണ്. സോ നമ്മൾ പ്രിയമ്പിൾ അല്ലെങ്കിൽ ആമുഖം, നമ്മുടെ പ്രിയമ്പിൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെ കാര്യങ്ങളാണ് ഈ ലോകത്തിനോട് വിളിച്ചു പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ that is why preamble is that important in our Indian constitution. Okay, so ഈ പ്രിയമ്പിൾ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രിയമ്പിൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റ് ഏതാണ്? 26th November 1949. അവിടെ ഉണ്ട് 26th November 1949. പ്രിയമ്പിളിൽ മെൻഷൻ ചെയ്ത ഏക ഡേറ്റ് അല്ലെങ്കിൽ ഒരേ ഒരു ഡേറ്റ് ഏതാണ്? 26th November 1949. ഓക്കെ, സോ പ്രിയമ്പിൾ ജവഹർലാൽ നെഹ്റു ആണ്, നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയ ജവഹർലാൽ നെഹ്റു ആണ് 1947 ജാനുവരി 22 പ്രിയമ്പിൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന പേരിൽ പ്രസന്റ് ചെയ്തത്. മനസ്സിലാക്കുക, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് പറയാം. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ മുമ്പാകെ 22nd ജാനുവരി 1947 പ്രിയമ്പിൾ അക്സെപ്റ്റ് ചെയ്തത്. ഓക്കെ, പ്രസന്റ് ചെയ്തത് 1946 പ്രസന്റ് ചെയ്തുവെങ്കിലും അക്സെപ്റ്റ് ചെയ്തത് 22nd ജാനുവരി 1947. ഓക്കെ, സോ ഈ പ്രിയമ്പിൾ അക്സെപ്റ്റ് ചെയ്ത ശേഷം, പ്രിയമ്പിൾ അല്ല, ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അക്സെപ്റ്റ് ചെയ്ത ശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 26th November 1949. സോ 26th November 1949 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ പ്രിയമ്പിൾ ആയിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവർ ഉൾപ്പെടുത്തി. ഓക്കെ, സോ നമ്മുടെ പ്രിയമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഏക ഡേറ്റ് ഏതാണ്? 26th November 1949. 26th November 1949. ഓക്കെ, പിന്നീട് പ്രിയമ്പിളിൽ ഇനി നെക്സ്റ്റ് ചോദിക്കാനുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻ, പ്രിയമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള മെയിൻ വേർഡ്സ്, ഓക്കെ, അതും ഇതിന്റെ ഓർഡർ. ഒരിക്കൽ കേരള PSC ചോദിച്ച ചോദ്യമാണ്, ഇതിന്റെ ഓർഡർ എന്താണെന്ന് കണ്ടുപിടിക്കുക. സോ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക: സോ സേ ഡി ആർ. സോ സേ ഡി ആർ. So means socialist, another so means sovereign,
സേ മീൻസ് സെക്യുലർ, ഡി മീൻസ് ഡെമോക്രാറ്റിക് ആൻഡ് ആർ മീൻസ് റിപ്പബ്ലിക്. ഓക്കെ, സോ സേ ഡി ആർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രിയമ്പിളിലുള്ള വേർഡ്സ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരിക്കൽ കേരള PSCയിൽ ചോദിച്ചതാണ്. ഓക്കെ, സോ ഇതിന്റെ ഓർഡർ എങ്ങനെയാണെന്ന് പഠിക്കുക. ആക്ച്വലി ഇവിടെ ആദ്യം വരേണ്ടത് സോഷ്യലിസ്റ്റ് സോവറിൻ ആണ് കേട്ടോ. സോ ഇത് വരേണ്ട ഓർഡർ ഞാൻ പറയാം. ആദ്യം സോവറിൻ, ഇത് എഴുതിയിരിക്കുന്നത് തെറ്റാണ്. ആദ്യം സോവറിൻ, നെക്സ്റ്റ് സോഷ്യലിസ്റ്റ്, തേർഡ് സെക്യുലാർ, ഓക്കെ, ഫോർത്ത് ഡെമോക്രാറ്റിക്, ഫിഫ്ത്ത് റിപ്പബ്ലിക്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് വരുന്നത്, നമ്മുടെ പ്രിയമ്പിൾ വരുന്നത്, പ്രിയമ്പിളിൽ വേർഡ്സ് വരുന്നത്. ഓക്കെ, ഇതൊരിക്കൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ടൈം എടുത്ത് പറയുന്നത്. ഓക്കെ, ഇത് എഴുതിക്കുന്നത് തെറ്റാണ്. ആദ്യം സോവറിൻ, പിന്നീടാണ് സോഷ്യലിസ്റ്റ്. ഓക്കെ, എന്താണ് സോഷ്യലിസ്റ്റ്? സോഷ്യലിസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നമ്മൾ അധികം ഫോളോ ചെയ്യുന്നത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആണ്. നമ്മളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതും ഗാന്ധിയൻ സോഷ്യലിസം ആണ്. ഓക്കെ, സോ സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42nd അമെൻമെന്റ്, അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42nd അമെൻമെന്റ് ഓഫ് 1976 ആഡ് ചെയ്ത വേർഡ്സ് ആണ് സോഷ്യലിസ്റ്റ്. ഓക്കെ, സോഷ്യലിസവും പിന്നെ അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി എന്നുള്ള വേർഡ്സ് ഒക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. 42nd അമെൻമെന്റ് 1976 സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ വേർഡ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ സോവറിൻ. സോവറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, സോവറിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നോട്ട് ഡോമിനേറ്റഡ് ബൈ എക്സ്റ്റേണൽ പവർ. ഓക്കെ, അതായത് ഒരിക്കലും ഒരു അമേരിക്ക അല്ലെങ്കിൽ ചൈന വന്നിട്ട് പറയാണ്, നാളെ ഇപ്പൊ ജോ ബൈഡൻ വന്ന് പറയാണ്, അല്ലെങ്കിൽ ഷീ ജിൻപിങ് വന്ന് പറയാണ്, ഇന്ത്യയിൽ കേരളത്തിൽ ഇങ്ങനെ നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? ഇല്ല. ഓക്കെ, സോ നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു മഹാരാജ്യത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഒരു മന്ത്രിസഭയുണ്ട്, ഓക്കെ, ഒരു പാർലമെന്റ് ഉണ്ട്. സോ നമുക്ക് നമ്മുടെ ഡിസിഷൻസ് മേക്ക് ചെയ്യാനുള്ള പവർ നമുക്കുണ്ട്. സോ we are sovereign. We doesn't require, or we don't require any external forces to dominate in our country. Okay, നമ്മൾ 1947 തന്നെ സ്വാതന്ത്ര്യം ഫ്രീഡം ലഭിച്ചാണ് അല്ലെ, ഇൻഡിപെൻഡന്റ് ആയ ഒരു നേഷൻ ആണ്. 1950 നമ്മൾ റിപ്പബ്ലിക് ആയ ഒരു നേഷൻ ആണ്. ഓക്കെ, സോ വി ഡോണ്ട് റിക്വയർ എനി ഫോറിൻ പോളിസീസ്. ഓക്കെ, വി ഡോണ്ട് റിക്വയർ എനി ഫോറിൻ പവേഴ്സ്. ഓക്കെ, in order to do our business, അല്ലെ, നമ്മുടെ കാര്യങ്ങൾ നടത്താനായിട്ട് we don't require anything. Okay, we have our own constitution, we have our own parliament, and we have our own എന്താണ് ജനപ്രതിനിധികൾ ഉണ്ട്. Okay, we have our own representatives of our nation. Okay, so that is why it is called as sovereign. Okay, then സെക്യുലാർ. ഇന്ത്യ ഒരിക്കലും, ഇത് 42nd അമെൻമെന്റിൽ ആഡ് ചെയ്താണ് കേട്ടോ. 42nd അമെൻമെന്റ് ഓഫ് 1976 ഇന്ത്യ ഒരിക്കലും ഒരു പെർട്ടിക്കുലർ എന്താ പറയാ മതമായി, അല്ലെങ്കിൽ ഇന്ത്യയുടെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇന്ത്യയുടെ ഒരു പെർട്ടിക്കുലർ ഒഫീഷ്യൽ മതം ഇതാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഹിന്ദുയിസം ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഇസ്ലാമിക് ഉണ്ട്, ക്രിസ്ത്യാനിറ്റി ഉണ്ട്, സിഖ് ഉണ്ട്, ജൈനിസം ഉണ്ട്, ബുദ്ധിസം ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലെ. എല്ലാ മതവിഭാഗങ്ങൾക്കും വളരെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് നമ്മുടെ രാജ്യത്തിൽ ഉള്ളത്. ഓക്കെ, സോ there is no so called as religion, so we are secular. Okay, say for example ഇപ്പൊ നോക്കുക, നിങ്ങൾ പാകിസ്ഥാൻ നോക്കുക. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണ്. ഇന്ത്യ ഒരിക്കലും ഒരു പെർട്ടിക്കുലർ എന്താണ് ഒരു പെർട്ടിക്കുലർ മതത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമല്ല. വി ആർ സെക്യുലർ.
Okay, then obviously we are democratic അല്ലേ 42nd amendment again add ചെയ്ത ഒരു സംഭവമാണ് we are democratic അതായത് there is something called as universal adult franchise. Okay, article 326 നമുക്ക് തരുന്ന ഒരു സംഭവമാണ് 18 വയസ്സായ ഏതൊരു ഇന്ത്യൻ പൗരനും any citizen who is above 18 years of age can exercise universal adult franchise. അയാൾക്ക് എന്ത് ചെയ്യാം വോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വോട്ട് ചെയ്തതോടൊപ്പം എന്ത് ചെയ്യാൻ പറ്റും ഒരു പുതിയൊരു മന്ത്രിസഭയെ അല്ലേ തീരുമാനിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് വൈ വി കോൾ ഇറ്റ് ആസ് ഡെമോക്രാറ്റിക്. അതായത് നമ്മളൊരു വോട്ടിംഗ് റൈറ്റിന്റെ അല്ലേ നമുക്കൊരു വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. നമ്മളൊരു വലിയൊരു ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ഒരു ഭാഗമാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ റിപ്പബ്ലിക്. അതായത് എന്താണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹെഡ് ഓഫ് നേഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളപ്പോൾ വിചാരിക്കും നമ്മൾ പ്രസിഡന്റിനെ നമ്മൾ എലക്ട് ചെയ്യുന്നുണ്ടോ വിചാരിക്കും. യെസ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എലക്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ എലക്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ MLAയും അല്ലെങ്കിൽ MP യുമാണ് അവിടെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത്. സോ വി ആർ നോട്ട് ഡയറക്ട്ലി സെലക്ടിങ് our president, but we are indirectly involved in presidential election. ശ്രദ്ധിക്കുക, we are indirectly involved in presidential election. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും, റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങളാണ് നമ്മുടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി നേഷനെ നമ്മൾ എലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിയമ്പിൾ ഏതൊക്കെയാണ്? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ഓൾറെഡി സോഷ്യലിസം ഉണ്ട്, സോവർണിറ്റി ഉണ്ട്, സോഷ്യലിസം ഉണ്ട്, സെക്യുലറിസം ഉണ്ട്, ഡെമോക്രസി ഉണ്ട്, റിപ്പബ്ലിക് ഉണ്ട്. ഇത് കൂടാതെ പ്രിയമ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഫ്രറ്റേണിറ്റി എന്നുള്ള വേർഡ് ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്ത കാര്യങ്ങളാണ്. ഓക്കെ, സോ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഓക്കെ, സോ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മളിപ്പോ പഠിച്ചത് പ്രിയമ്പിൾ ആണ്. സോ പ്രിയമ്പിളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഓർത്തെടുക്കാം. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? പ്രിയമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു ഡേറ്റ് 26 നവംബർ 1949. നമ്മുടെ പ്രിയമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അക്സെപ്റ്റ് ചെയ്ത ഡേറ്റ് ആണ് 26 നവംബർ 1949. 26 നവംബർ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ്. 26 നവംബർ. അതേപോലെ തന്നെ ലോ ഡേ ആണ്. നിയമദിനം ലോ ഡേ ആണ് 26 നവംബർ. ഈ 2 കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ പ്രിയമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള വേർഡ്സിന്റെ ഓർഡർ ചോദിക്കാം. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. ഓക്കെ, സോവർണിറ്റി ഓർക്കണം. നമ്മുടെ പോളിസീസ്, ഇന്റേണൽ പോളിസീസ് നമ്മൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വി ഡോണ്ട് റിക്വയർ എനി എക്സ്റ്റേണൽ ഫോഴ്സസ് ടു ഇൻഡൾജ് ഇൻ അവർ ഡിസിഷൻ മേക്കിംഗ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് സോവർണിറ്റി. സോഷ്യലിസം പറഞ്ഞിട്ടുണ്ടല്ലോ, അറിയാലോ സോഷ്യലിസം. സെക്യുലാറിസം മതേതരത്വം, മലയാളം മതേതരത്വം. There is no so-called national religion in our country. ഹിന്ദുയിസം ഉണ്ട്, ഇസ്ലാമിസം ഉണ്ട്, ഇസ്ലാമിക് ഉണ്ട്, ക്രിസ്ത്യാനിറ്റി ഉണ്ട്, ബുദ്ധിസം ഉണ്ട്, ജൈനിസം ഉണ്ട്, സ്വരാസ്ട്രിയൻസ് ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ഇന്ത്യയിൽ വളരെ പീസ്ഫുൾ ആയി ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ട്. വി ആർ സെക്യുലർ. ഡെമോക്രാറ്റിക്, വി ഹാവ് എ elected
We have an elected parliament and legislature. That is called as democratic, and obviously republic. We have an elected president or elected head of the nation. Even though we are not participating in a direct election, but we are participating in an indirect election. Indirect election-ലൂടെ നമ്മളാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? We are the one who was electing the head of the nation. Okay, ശ്രദ്ധിക്കുക. Okay, so ഒന്നും കൂടെ ഒന്ന് ബ്രീഫ് ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. The preamble of the constitution includes the date when the preamble was introduced. എന്നാണ് 26th November 1949. India is not dominated by any external power and the state is having its independent authority. It simply means that citizens of India have the power to elect heads and other representatives of the state, and they also have power to criticize them. Okay, secularism അതുപോലെ തന്നെ എന്താ പറഞ്ഞത്, റിപ്പബ്ലിക്കും ഇവിടെ പറഞ്ഞു. Okay, the nature of the state of India is explained in the preamble of the constitution, that is socialist, sovereign, secular, democratic as well as republic. The preamble of constitution also includes the objectives of our preamble, that is liberty, justice, fraternity as well as equality. Okay, justice, liberty, fraternity as well as equality. Okay, so Indian constitution എങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ we the people of India. Okay, we the people of India having solemnly resolved to constitute India into sovereign, socialist, secular, democratic and republic, and to secure to all its citizens justice, social, economical and political liberty of thought, expression, belief and faith. Okay, equality of status and opportunity, and to promote among all of them fraternity, assuring the dignity of the individual and the unity and the integrity of the nation. Okay, in our Constitution Assembly this 26th day of November 1949 do hereby adopt, enact and give to ourselves the Indian Constitution. This Constitution, ഇതാണ് നമ്മുടെ പ്രിയമ്പിൾ. ഓക്കെ, സോ പ്രിയമ്പിൾ മെൻഷൻ ചെയ്ത ഡേറ്റ് 26th November 1949. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിന്റെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. ഓക്കെ, പ്രിയമ്പിളിന്റെ ഒബ്ജക്റ്റീവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ലിബർട്ടി, ജസ്റ്റിസ്, fraternity as well as equality. Okay, so നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് പഠിക്കാം, ബിക്കോസ് ഇപ്പൊ തന്നെ ഏകദേശം 30 minutes ആയി. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.